കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഓൺലൈൻ വിപണനത്തിലേക്ക് കടക്കുകയാണ്. ആമസോൺ ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട്, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വെബ്സൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും 2024 ജൂലൈ 4 വ്യാഴാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കുകയുണ്ടായി. KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 15 വർഷം മുമ്പാണ് പ്രിയദർശിനി കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ചത്. പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അദ്ദേഹം കോൺഗ്രസിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് സംരംഭങ്ങളും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ പുസ്തകം പ്രിയദർശിനി പബ്ലിക്കേഷൻസ്. അത് വലിയ കരുത്തുറ്റ ഒരു സംഘടനയായി മാറിയില്ലെങ്കിൽ പോലും കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ പിടിച്ചെടുക്കാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും ഒരു പരിധി വരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസിന്റെ മാധ്യമരംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനവും തുടക്കവുമായിരുന്നു. അത് കടന്നു വന്ന KPCC അധ്യക്ഷന്മാർ അത് കൊണ്ടു നടന്നു എന്നതിനപ്പുറത്ത് അതിലൊരു മാറ്റം വരുത്തി സമൂഹത്തിന്റെ മനസാക്ഷി ആയി മാറാൻ നമ്മുടെ ഈ സംഘടനക്ക്, ഈ പ്രസ്ഥാനത്തിന് സാധിക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. അവിടെയാണ് നമ്മളൊരു ചിന്ത മാറ്റിയെടുത്തത്. ആ ചിന്തയാണ് നമ്മൾ വളരെ വ്യാപകമായി ഈ സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള എഴുത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം ഒറ്റക്കെട്ടായി സമൂഹത്തിന്റെ മുമ്പിൽ നിലനിർത്തി തെറ്റുകളെ തിരുത്താൻ, ശരികളെ ഉയർത്താൻ ഒരു വലിയ സംരംഭം ആരംഭിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ആ പ്രവർത്തനം തുടക്കം കുറിച്ചത്. വളരെ നന്നായി അത് ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വാർത്തകൾ ആളുകളെ അറിയിക്കുക മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിന്റെയും രാഷ്ട്ര നന്മയുടെയും തെറ്റും ശരിയും വേർതിരിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളുടെ മുമ്പിൽ ശരിയേത് തെറ്റേത് എന്ന് നട്ടലോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ഘടകമായിരിക്കണം ഈ മാധ്യമം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഒരു ദിവസത്തെ വാർത്ത കൈകാര്യം ചെയ്ത് കടന്നു പോകേണ്ടതല്ല പത്രം. പത്രം സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളെ ഉയർത്തിക്കാട്ടി ജനമനസ്സിന്റെ അകത്ത് തെറ്റുകൾ തിരുത്തിക്കാനുള്ള ആവേശകരമായ പ്രവർത്തനം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അവിടേക്കാണ് ഞങ്ങൾ പ്രിയദർശിനിയെ കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നത്. അതിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമാണ്. നമ്മുടെ പ്രിയങ്കരനായ പടകുളം മധു ഇതിന്റെ ചെയർമാനായി വന്നതിന് ശേഷം ഒരു ചലനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചലനം എന്ന് പറയുന്നത് നല്ല മാറ്റങ്ങൾ, ചെറുതല്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളിൽ ഒന്നാണ് ഇന്നിപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആമസോൺ സ്റ്റോർ ബുക്ക് ഫ്രണ്ട് വെബ്സൈറ്റ് ലോഞ്ചിങ്. മറ്റാരും ഇതുവരെ ഇതൊന്നും ആരംഭിച്ചിട്ടുണ്ട്, പത്രങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങളൊന്നും ഈ രംഗത്ത് എവിടെയും എത്തിയിട്ടില്ല. അതിലേക്ക് ആദ്യമായി കിടക്കുന്നത് നമ്മുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആണ്. ആ പബ്ലിക്കേഷൻസ് ഇപ്പോ ആമസോൺ ഒരു വലിയ സംഭവമാണ്. ലോകത്ത് എവിടെ പോയാലും ഇതിന്റെ പ്രസിദ്ധീകരണങ്ങളായ പുസ്തകങ്ങളും വാർത്തകളും അറിയാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ലോകമെമ്പാടും ആവശ്യക്കാർക്ക് എത്തുന്നിടത്ത് നാം എത്തിയിരിക്കുന്നു എന്നത് നമുക്കെല്ലാം സംതൃപ്തി പകരുന്ന ഒരു വലിയ സംഭവമാണ്. ആ സംഭവത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ രാജ്യത്ത് എല്ലാ മുക്കിലും മൂലയിലും മലയാളികൾ, എവിടെ പോയാലും മലയാളികളുണ്ട്. ഒരിടത്തും മലയാളികളില്ലാത്ത ഒരു പ്രദേശം ലോകത്തില്ല. അതുകൊണ്ട് ഏത് മലയാളിക്കും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും ഈ പത്രത്തിന്റെ, ഈ മാധ്യമത്തിന്റെ വിവരങ്ങളും ഈ മാധ്യമത്തിന്റെ അറിവുകളും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ്
നമ്മൾ ആമസോൺ സ്റ്റോർ ബുക്ക് ഫ്രണ്ട് വെബ്സൈറ്റ് ലോഞ്ചിങ് എന്നിവിടെ നടത്തുന്നത്. അത് നടത്തി കഴിഞ്ഞാൽ ലോകമെമ്പാടും ഈ പത്രത്തിന്റെ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും എത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ആ സാഹചര്യം ഉണ്ടാക്കാൻ അതിന് വാതിൽ തുറന്നത് എൻ്റെ പ്രിയങ്കരനായ പടകുളം മധുവാണ്. മധുവിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. നമ്മുടെ മാധ്യമത്തിന് ഇത്രയും വലിയൊരു സംഭാവന നൽകിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്നത് ചരിത്രം എന്നും അത് ഓർമ്മയിൽ വെക്കും. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം, ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഓൺലൈൻ സ്റ്റോറിൻ്റെയും വെബ്സൈറ്റിൻ്റെയും ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഒരു സാഹിത്യകാരനെ വില നിശ്ചയിക്കുന്നത് അവരുടെ നിലപാടുകളിലൂടെയാണ്. സാഹിത്യകാരൻ സ്വയം വില നിശ്ചയിക്കുന്നത് അവരുടെ സ്വന്തമായ നിലപാടുകളിലൂടെയാണ്. എനിക്ക് വിലയുള്ളവനാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളെടുക്കുന്ന നിലപാടുകളിലൂടെയാണ് സാഹിത്യകാരന്മാർ. വർത്തമാനകാല രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ വസ്തുനിഷ്ഠമായിട്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നൊരു എളിമയോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് പലരും സ്വയം വില നിർണ്ണയിക്കാൻ മറന്നുപോകുന്ന സാഹിത്യ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ തെറ്റ് ചെയ്താൽ, കോൺഗ്രസ് തെറ്റ് ചെയ്താൽ അത് വിമർശിക്കപ്പെടുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ അവാർഡ്, എക്സലൻസ് അവാർഡ് ടി പത്മനാഭനോട് ചിലങ്കിലും പറയില്ല, ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ള ആളാണ് ടി പത്മനാഭൻ. നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്, വളരെ. പക്ഷെ വിമർശനങ്ങളാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന ഒന്ന്. ജോർജ് ഓണക്കൂർ സാറ് നമ്മളെ വിളിച്ച് പറയുമ്പോൾ മറ്റാരും പറഞ്ഞതിനേക്കാൾ കൂടുതലുള്ള ഒരു ഗാംഭീര്യം, ഒരു സ്വാധീനം ഞാൻ പറഞ്ഞ സാഹിത്യകാരന്മാരെ കുറിച്ചാണ്. പക്ഷെ വർത്തമാനകാല ഇന്ത്യയിൽ ഞാൻ അടുത്ത കാലത്ത് സത്യത്തിൽ കാണുകയുണ്ടായി MTയുടെയും MOന്റെയും ഒക്കെ രണ്ട് കമന്റുകൾ കേരളത്തിൽ. പൊതുവായിട്ടാണ് പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പൊതുവായിട്ടുള്ള കമന്റാണ്. പക്ഷെ ചിലർക്കത് നൊന്തു. സ്വയം കുറ്റം ചെയ്യുന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ ജനപ്രതിനിധികളാവുക, മന്ത്രിമാരാവുക എന്നൊക്കെ പറഞ്ഞാൽ ജനസേവനത്തിന്റെ ഒരു ഉപാധിയായിട്ട് അതിനെ മാറ്റപ്പെടുന്നതാണ്. ഇന്ന് അധികാരത്തിന്റെ സർവാധിപത്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായി അത് ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് MTയുടെ മുകുന്ദന്റെ വിലയിരുത്തലാണെങ്കിൽ സിംഹാസനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സിംഹാസനം പിടിച്ചു നിർത്തി പോകാതിരിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനം ഒഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കമന്റ്. രണ്ട് കമന്റുകളും കേരളത്തിൽ പലരും അസ്വസ്ഥതയുണ്ടായി. വർത്തമാനകാല രാഷ്ട്രീയം എല്ലാവരും എമർജൻസിയെ കുറിച്ച് പറയാറുണ്ട്. വസ്തുനിഷ്ഠമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ എമർജൻസി കാലഘട്ടത്തെ കുറിച്ച് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലായാലും സ്പീക്കറുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സ്പീക്കറുടെ റെഫറൻസിലുമായിരുന്നു അതെല്ലാം കയറി വന്നു, മോട്ടീവ് ഉണ്ടായി. അത് ഞാൻ വിമർശിക്കുന്നില്ല, അവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. എമർജൻസി തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കട്ടെ. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, 50 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 54 വർഷമായി, 54 വർഷം. അപ്പൊ അതായിക്കോട്ടെ, വിമർശനങ്ങൾ ഉൾക്കൊള്ളവരാണ്. പക്ഷെ ആ എമർജൻസിയെ കുറിച്ച് വിമർശിക്കുന്നവര്, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ചിത്രം നോക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം, നന്ദി പ്രമേയ ചർച്ച. സർവമാന കേരളത്തിലെ മാധ്യമങ്ങളും ഏകദേശം ഒരേപോലെയുള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങൾ കേരള മാധ്യമങ്ങളല്ല, ഫോറിൻ മീഡിയ അടക്കം ആ പ്രസംഗത്തിന്റെ അന്തസത്തയെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഗോകുവിളിയാണ്. പത്രം ബഹിഷ്കരിക്കുന്നു, പത്രം കളയണമെന്ന് പറയുന്നു, പത്രം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. സത്യത്തിൽ മാതൃഭൂമി കോൺഗ്രസിന് അവകാശപ്പെടാവുന്ന ഒരു പൈതൃകമുള്ള പത്രമാണ്. കാരണം KP കേശവനും കുട്ടിമാളു ഓമയും അങ്ങനെ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു പത്രം.
പക്ഷെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മുന്നിൽ നിന്ന പത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവും ഒരു കാരിക്കാച്ചർ. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഞങ്ങളുടെ 4 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ആട് ജീവിതം എന്ന രീതിയിൽ ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ മാതൃകയിൽ പ്രസിദ്ധീകരിക്കുന്നു. ഒരു കോൺഗ്രസ്സുകാരും മനസ്സിൽ ഇഷ്ടപ്പെടാൻ പറ്റാത്ത അത്ര വികൃതമായിട്ടുള്ള ഒരു കാർട്ടൂണായിട്ട് രാഹുൽ ഗാന്ധി അത് കാണിച്ചു. അന്ന് മാതൃഭൂമി നല്ല പത്രമായിരുന്നു. ഇന്ന് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് അന്ന് മാതൃഭൂമി നല്ല പത്രമായിരുന്നു. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് മനസ്സിൽ സങ്കടം തോന്നിയിട്ടുണ്ട്, വേദന തോന്നിയിട്ടുണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മാതൃഭൂമിയെ സന്ദർഭവശാൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം, അടിമ ജീവിതം നടത്താത്ത പത്രങ്ങളെല്ലാം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെയുള്ളവരാണ് ദേശീയ മാധ്യമങ്ങളിൽ മിക്കവാറും. എന്നാൽ അതിൽ നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും പോലുള്ള കുറെ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. അവർ പറയുന്നത് മാത്രമേ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം ഒന്നും അവർക്ക് ചെയ്യാനും പറ്റില്ല. അവരെല്ലാം കൂടെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം 237 സീറ്റുമായിട്ട് മുന്നിൽ വന്നത് എന്നുള്ള കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നൊന്നുമില്ല. പത്രത്തിന്റെ മാത്രം എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് അവർ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയ, ദേശീയ കോർപ്പറേറ്റ് സ്പോൺസേർഡ് മീഡിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ പറയുന്നത്, അന്ന് അതിനെ ആഹ്ലാദിച്ചവർ, ആസ്വദിച്ചവർ പിന്നീട് കഴിഞ്ഞ 10 കൊല്ലമായി. അതുതന്നെ മനോരമ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച പത്രമാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അടച്ചുപൂട്ടലിനെ, അതുപോലെ തന്നെ ഒരുപാട് ഭീഷണികളെ, ബ്രിട്ടീഷ് അധികാരികളുടെ അല്ലെങ്കിൽ രാജാ ദിവാന്റെ ഒരുപാട് വെല്ലുവിളി നേരിട്ട പത്രമാണ് മലയാള മനോരമ. എന്നിട്ട് അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന പത്രമാണ്. പക്ഷെ മലയാള മനോരമയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ ഒരുപാട് ലേഖനങ്ങൾ വരാറുണ്ട്, അഭിപ്രായങ്ങൾ വരാറുണ്ട്, കുത്തി നോവിക്കുന്ന ലേഖനങ്ങൾ വരാറുണ്ട്. നിങ്ങളാരും ബഹിഷ്കരിക്കാൻ മാർച്ച് നടത്തിയിട്ടില്ല മനോരമ ഓഫീസിലേക്ക്. ഇത് 500 വാർത്തകൾ തങ്ങളെ സ്തുതി. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത്. രാഷ്ട്രീയത്തിൽ സ്തുതി പാഠകരെ മാത്രം കേട്ട് ശീലിച്ചവർ, അത് മാത്രമായിരിക്കണം മാധ്യമത്തിന്റെ ജോലി എന്ന് പഠിപ്പിച്ചു കൊടുത്തവർ. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമം പൂട്ടും, നിങ്ങളുടെ മാധ്യമത്തിൽ IT റെയ്ഡ് ഉണ്ടാകും, നിങ്ങളുടെ മാധ്യമത്തിൽ ED വന്ന് കയറും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ കൊണ്ടത് പറയിപ്പിച്ചവർ. എവിടെയെങ്കിലും 2-3 ഇടത്ത് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു പോകുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന ചിത്രമാണ് ഈ ബഹിഷ്കരണം. ഈ ബഹിഷ്കരണം കൊണ്ടൊന്നും ആ പത്രങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അവര് ബഹിഷ്കരിക്കാൻ പറഞ്ഞ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടും എന്നുള്ളതാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന ചിത്രം എന്നുള്ളതാണ് യഥാർത്ഥ. കാരണം കേരളത്തിലെ ജനങ്ങൾ വെല്ലുവിളിക്കുക. ഞാൻ പറഞ്ഞാലും അങ്ങനെയായിരിക്കും, ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാലും അങ്ങനെയായിരിക്കും. ഞങ്ങളുടെ പാർട്ടി ഒരു പത്രത്തെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കാൻ പറയുന്നവര് അവർക്ക് മനസ്സിലാകും അർത്ഥശൂന്യമായ തീരുമാനമായിരിക്കും. അത് ബഹിഷ്കരിക്കാൻ പറയുന്നവർക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അത് കിട്ടുമെന്ന് മനസ്സിലാവും. ജനാധിപത്യം എന്ന് പറയുന്നത് പ്രതിഷ്ഠാവുന്നത് എതിർ ശബ്ദങ്ങളെ കേൾക്കുമ്പോഴാണ്. നമുക്ക് എല്ലാ കാരണം ജനാധിപത്യത്തിൽ ഗവൺമെന്റ് ജോലി, ഗവൺമെന്റ് ആണ് എല്ലാം ചെയ്യുന്നത്. പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് ഹാവ് എ വേ, ഓപ്പോസിഷൻ ഹാവ് എ സേ എന്നാണ് പറയാറുള്ളത് നമ്മളെപ്പോഴും. അതായത് ഗവൺമെന്റ് ആണ് എല്ലാം ചെയ്യുന്നത്, എല്ലാ നടപടിക്രമങ്ങളോട് മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശവും. ആ പറയാനുള്ളത് കേൾക്കാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾ കേൾക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി എത്ര മാധ്യമ പ്രവർത്തകർ ജയിലിലായിട്ടുണ്ട്, എത്ര മാധ്യമ പ്രവർത്തകരുടെ ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടുണ്ട്. ആ കാലം ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ച ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഈ ഇലക്ഷൻ എന്നുള്ളത് അടിപൊളിയായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹിഷ്ണുതയോടെ ഇരിക്കുക, തെറ്റുകളെ വിമർശിക്കും. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് പത്രം കണ്ടിട്ട് പത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞവര് ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ പത്രത്തിലെ 1-ാം പേജ്, എല്ലാ 1-ാം പേജിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നതിന്റെ പരമയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഉള്ള പ്രൈം മിനിസ്റ്റർ നടത്തിയ പ്രസംഗത്തിന് 1-ാം പേജ് എല്ലാം
അപ്പോൾ അഭിപ്രായം മാറിയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതിനകത്ത് എത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. സാഹിത്യകാരന്മാരായാലും മാധ്യമങ്ങളായാലും അവർ സമൂഹത്തിൻ്റെ സമ്പത്താണ്. ഭരണാധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ തെറ്റുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അർഹതപ്പെട്ടവരാണ്. അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകന്റെയും യഥാർത്ഥ ഗവൺമെന്റിന്റെയും ചിത്രം. അത് മനസ്സിലാക്കിയതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുന്ന CPM-ഉം ഈ ഒരു ചിത്രം മനസ്സിൽ വെച്ച് കണ്ണാടി ഒന്ന് സ്വന്തം ശരീരത്തിൽ നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ചും പറയാനായിട്ടുള്ളത്. നമ്മളെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു സമൂഹത്തിന് ജനങ്ങളുടെ മുന്നിൽ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നത് അവരും പാഠമാക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ ഈ പുസ്തക പ്രകാശനവും എന്നെ ഏൽപ്പിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനവും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് മാത്രം. ഡോക്ടർ TS ജോയ് രചിച്ച അനശ്വരാവേശത്തിൻ്റെ ആരംഭഗാഥ, ശ്രീ ജേക്കബ് എബ്രഹാമിൻ്റെ ബർണശ്ശേരിയിലെ ചട്ടക്കാരി എന്ന നോവൽ, ശ്രീ M സുജയ് രചിച്ച കുമ്പളത്ത് സംഘപ്പുള്ള ആർജവത്തിൻ്റെ ആൾരൂപം എന്ന ജീവചരിത്ര ഗ്രന്ഥം, ഡോക്ടർ അച്യുത് ശങ്കർ രചിച്ച ഭൂഗോളവൽക്കരണം എന്ന ശാസ്ത്രഗ്രന്ഥം എന്നിവയുടെ പ്രകാശനവും നടക്കുകയുണ്ടായി. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ PK രാജശേഖരൻ, TP ശങ്കരൻകുട്ടി നായർ, ഡോക്ടർ G വിജയരാഘവൻ, അഡ്വക്കേറ്റ് M ലിജു, ഡോക്ടർ മേരി ജോർജ് എന്നിവർ ആശംസ അർപ്പിച്ചു. KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MPയുടെ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരമായ നേർക്കുനേർ എന്ന പുസ്തകത്തിൻ്റെ കവർ ശ്രീ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് പഴകുളം മധു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ശ്രീ ബിന്നി സാഹിതി നന്ദി രേഖപ്പെടുത്തി.